അവിൽ മിൽക്കിനെ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാക്കി മാറ്റിയ ഒരു എഞ്ചിനീയറെ പരിചയപ്പെട്ടാലോ? ആ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്താൻ മാത്രം ഉണ്ടോ അവിൽ മിൽക്ക്? തീർച്ചയായും ഞങ്ങൾ അവിൽ മിൽക്ക് കുടിച്ചിട്ട് തന്നെ നിങ്ങൾക്കത് പരിചയപ്പെടാം. നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഇന്റർനാഷണൽ ഒരു ക്വാളിറ്റി ഉണ്ടോ ഇല്ലേ, നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാം. ഞങ്ങൾ ഫ്രൂട്ട് നട്ട് അവിൽ മിൽക്കാണ്. ഏതൊരു സാധനവും ക്വാളിറ്റിയിൽ അതിൽ അഫോർഡബിൾ പ്രൈസിൽ കൊടുത്താൽ ഏതൊരു സാധനത്തിനെയും നമുക്ക് ഇൻ്റർനാഷണൽ ബ്രാൻഡാക്കാം, ഏതൊരു സംഭവത്തിനെയും ബ്രാൻഡാക്കാം എന്നൊരു ഉത്തമ തെളിവാണ് മൗസി എന്ന് പറയുന്ന ബ്രാൻഡ്. ഞങ്ങൾ 1985 38 വർഷ പാരമ്പര്യം ഉണ്ടെങ്കിലും 2020 മൗസി എന്ന ബ്രാൻഡ് ഉണ്ടാവുന്നത്. ഒരു 30 വെറൈറ്റീസ് അവിൽ മിൽക്ക് കൊണ്ടായിരുന്നു അതിൻ്റെ തുടക്കം. പിന്നീട് അത് വളർന്നു. ഇപ്പോൾ 4 രാജ്യങ്ങളിലായി ഏകദേശം 31ഓളം ഔട്ട്ലെറ്റുകളിലുണ്ട്. ഖത്തർ, സൗദി, UAE, ഇന്ത്യ, ഈ 4 രാജ്യങ്ങളിലാണ് നമ്മൾ ഔട്ട്ലെറ്റുകൾ ഉള്ളത്. ഏകദേശം 250 തൊഴിലാളികൾക്ക് നമ്മൾ തൊഴിൽ കൊടുക്കുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ നാട്ടിൽ എല്ലാവരും ചെയ്യുന്ന പോലെ BTech കഴിഞ്ഞ് MTech കഴിഞ്ഞ് ഒരു ജോലി, അതായിരുന്നു എൻ്റെയും മനസ്സിലുള്ളൊരു സംഭവം. പക്ഷേ അതിൻ്റെ പിന്നിലുള്ളൊരു ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിൽ അസിസ്റ്റന്റ് മാനേജറായി വർക്ക് ചെയ്യുന്ന സമയത്തും പക്ഷേ എനിക്ക് ആ ജോലി എൻജോയ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം എൻ്റെ ഒരു പാഷൻ, എനിക്ക് നന്നായി ഭക്ഷണം കഴിക്കുക, ഭക്ഷണം വിളമ്പുക, ഇത് രണ്ടുമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം, എൻജോയ് ചെയ്യുന്ന സംഭവം ഇത് രണ്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് വന്നപ്പോൾ എനിക്ക് എൻ്റെ പാഷൻ തിരിച്ചറിയുകയും അത് കൂടുതൽ എൻജോയ് ചെയ്ത് ഇതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ അത് അത്രയും ഒരു റിസൾട്ട് കിട്ടി അതിൽ നിന്ന്. ഞങ്ങൾ 5 കാറ്റഗറിയിലായി ഏകദേശം 60 വെറൈറ്റീസ് അവിൽ മിൽക്കാണ് കൊടുക്കുന്നത്. അതായത് കിഡ്സിനൊരു മെനു, റെഗുലർ, ഫ്ലേവേഡ്, സുപ്രീം, പ്രീമിയം, ഡയറ്റ്, സൂപ്പർ ഡയറ്റ്, ഇങ്ങനെയാണ് ഞങ്ങളെ ഒരു മെനുവിൻ്റെ കാറ്റഗറി എന്ന് പറയുന്നത്. പെരിന്തൽമണ്ണ മാർക്കറ്റിൽ നിന്നാണ് തുടക്കം. ആ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന ഒരു കടല കച്ചവടക്കാരുണ്ട്. അയാൾ എനിക്ക് നൽകിയ പാഠമാണ് എൻ്റെ ഈ ഗവൺമെൻറ് ജോലി രാജിവെച്ച് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയ കാരണം. പണമാണ് ആവശ്യമെങ്കിൽ ബിസിനസ്സാണ് എന്നത് ഞാൻ ആ ഒരു കടല കച്ചവടക്കാരനിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ജോലി രാജിവെച്ച് കഴിഞ്ഞാലും ബിസിനസ് എന്നെ താങ്ങി നിർത്തും. റിസ്ക് ഉണ്ടാവും, പക്ഷേ നമ്മളെ സ്വപ്നങ്ങൾ, നമ്മളെ ആഗ്രഹങ്ങൾ നേടണമെങ്കിൽ ബിസിനസ്സായിരിക്കും നന്നാവുക എന്ന് എനിക്ക് അന്ന് മനസ്സിലായത്.